നമുക്കൊപ്പം റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റോഷിപാൽ, മണ്ഡലത്തിലെ മൊത്തം കാര്യങ്ങളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കൺവെൻഷനുകൾ കഴിഞ്ഞിരിക്കുന്നു. UDF കൺവെൻഷനും LDF കൺവെൻഷനും. കൺവെൻഷനിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തിൽ LDFിന് ആത്മവിശ്വാസമുണ്ട്, പക്ഷേ ആവേശത്തിൽ UDFിനും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ പോരാട്ടം ഹൈ വോൾട്ടേജ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കൺവെൻഷനുകൾ കഴിഞ്ഞ് ആദ്യഘട്ടം പിന്നിടുമ്പോൾ ആർക്ക് മുൻതൂക്കമെന്ന് പറയാത്ത തരത്തിൽ അടിയൊഴുക്കുകളും സജീവമാണല്ലേ മണ്ഡലത്തിൽ? റോഷി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അരുൺകുമാർ പറഞ്ഞതുപോലെ നിലമ്പൂരിലെ ഈ പോരാട്ടം അത് പ്രവചനാതീതമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് ചിത്രം മാറിമറിഞ്ഞത്. അതുവരെ ഒരു UDF LDF മത്സരം എന്ന നിലയിലായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല. PV അൻവർ ഏത് ക്യാമ്പിലെ വോട്ട് ബാങ്കിലാണ് വിള്ളൽ വീഴ്ത്തുക എന്ന ആശങ്കയാണ് ഇരു മുന്നണികൾക്കുമുള്ളത്. അതിന് രണ്ട് ക്യാമ്പിലെ വോട്ട് വിള്ളൽ വീഴ്ത്താനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 9 വർഷം LDFിനൊപ്പമായിരുന്നു PV അൻവർ. അതുകൊണ്ട് തന്നെ LDF ക്യാമ്പുമായുള്ള ആത്മബന്ധം, പ്രവർത്തകരും അനുഭാവികളുമായുള്ള ബന്ധം, അത് വോട്ടാക്കി മാറ്റാൻ PV അൻവറിന് കഴിയുമോ എന്നതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, UDF ഉയർത്തുന്ന സമാനമായ രാഷ്ട്രീയം, അതേ രാഷ്ട്രീയം തന്നെ LDF സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയം തന്നെയാണ് PV അൻവർ പ്രചാരണ ആയുധമാക്കുക. ആ രാഷ്ട്രീയം പ്രചരിപ്പിക്കുമ്പോൾ LDF സർക്കാരിനെതിരെയുള്ള വോട്ട്, അത് UDFിന് ലഭിക്കേണ്ട ആ വോട്ട് അത് വിഘടിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് UDF ക്യാമ്പിനെയും ആശങ്കപ്പെടുന്നത്. ഏതായാലും PV അൻവർ തന്നെയാണ് നിലമ്പൂരിലെ ശ്രദ്ധാകേന്ദ്രം പ്രചാരണത്തിൽ. പ്രധാനമായും ഇളക്കി മറിച്ചുള്ള പ്രചാരണത്തിനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു ഓളം PV അൻവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇരു മുന്നണികളുടെയും നേതാക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ഏത് ഭാഗത്തേക്കാണ് PV അൻവറിന്റെ പോക്ക്, ഏത് ക്യാമ്പിലെ വോട്ടാണ് പിടിക്കാൻ ലക്ഷ്യമിടുന്നത് എന്നത്. PV അൻവറിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആരെ പരാജയപ്പെടുത്തണം